questions and tick the correct answers. Tick the correct answers. Vasudeve, camera on cheyide. Vasudeve. First one. Camera off cheyanda. First one, tick the correct answer. First one. Which of the following is not a domain of Earth? Biosphere, hydrosphere, atmosphere, lithosphere. കൈ കാണിച്ചാൽ മതി. ഓപ്ഷന് ഏത് ഓപ്ഷനാണ് അതിൽ കാണാൻ, അതാ നമ്പർ കൈ കാണിച്ചാൽ മതി. നാലെണ്ണമില്ലേ? Which is the correct answer? Biosphere. Yes. എന്താണ് വസുദേവ പറ? Biosphere. Hydrosphere, atmosphere, lithosphere are the domain of Earth. Okay, okay. Now topic. Second one, which of the following is the largest continent? ഇതിൽ ഏതാണ് largest continent? North America, Africa, Asia, South America. Which is the largest continent? ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാ? Third one, Asia. Asia is the correct answer. Asia is the largest continent. മോതാ ഇടയ്ക്ക് ആൻസർ ഒക്കെ ഒന്ന് കൈകൊണ്ട് കാണിച്ചേ മോനെ. Third one, which mountain range separates Europe from Asia? യൂറോപ്പും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ചിന്റെ പേര്. Which mountain range separates Europe from Asia? യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ചിന്റെ പേര്. Andes, Himalayas, Alps, Urals. Correct answer? Correct answer? Urals. Option B. Fourth one, the continent of North America is linked to South America by a or and dash. North American, South American ബന്ധിപ്പിക്കുന്ന continent. Strait, canal, isthmus, sea. ഏതാ? Correct answer, sea, isthmus. 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 Okay. Fifth one, which of the following continent lies on both sides of the equator? ഇക്വേറ്ററിന്റെ രണ്ട് സൈഡിലുള്ള കോണ്ടിനെന്റ് ഏത്? നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്. ഏതാ? Africa. Africa is the continent lies on both sides of the equator. Africa. Then sixth one, Joyradio, Aramal, Jiva, Ashwin. Okay. Next, sixth one, who was the first to sail across the Pacific Ocean? ആരാണ് പസഫിക് ഓഷ്യനോട് ആദ്യമായി സെയിൽ ചെയ്തു പോയത്? അദ്ദേഹമാണ് പസഫിക് ഓഷ്യന് പസഫിക് എന്ന വാക്ക് പേര് കൊടുത്തത്. അതാരായിരുന്നു? ഓപ്ഷൻ എ, ഫെർഡിനൻഡ് മഗല്ലൻ. മഗല്ലൻ. Seventh one, water vapor in the atmosphere is confined only to the dash. Thermosphere, troposphere, stratosphere, mesosphere. എവിടെ വാട്ടർ വേപ്പറും അതുപോലെ ഇതൊക്കെ കാണുന്നത് എവിടെയായിരുന്നു? നമ്മൾ പറഞ്ഞില്ലേ എവിടെയായിരുന്നു വാട്ടർ വേപ്പർ? അതുപോലെ നമ്മുടെ എന്തായിരുന്നു, മറന്നുപോയല്ലോ. നമ്മൾ ലെയർ ആയിട്ടിരിക്കുന്നതില് എവിടെയായിരുന്നു സെലൻസ് പറഞ്ഞില്ലേ?
നമ്മുടെ ലൈറ്റനിങ് ക്ലൗഡ്സ് ഒക്കെ ഉള്ള ഏരിയ, വാട്ടർ വേപ്പർ അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കാണുന്നത് ഏതായിരുന്നു? വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് confined only to the troposphere. സെക്കൻഡ് വൺ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലെ മക്കളെ ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ വാട്ടർ വേപ്പറും പിന്നെ ക്ലൗഡ്സും വെതർ ഫിനോമിന എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. Last one, the interaction of which one of the following spheres do not make up the biosphere? The interaction of which one of the following spheres do not make up the biosphere? Biosphere താഴെ പറഞ്ഞ ഏതാണ് ബയോസ്ഫിയറിനെ മേക്കപ്പ് ചെയ്യാത്തത്? ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, അസ്തനോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കുറിച്ചിരുന്ന ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? ഏതാ കറക്റ്റ് ആൻസർ? ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മൂന്ന് സംഭവങ്ങൾ കൂടിയാണ്. അപ്പൊ താഴെ ഏതാ അല്ലാത്തത്? ലാസ്റ്റ് വൺ അസ്തനോസ്ഫിയർ കറക്റ്റ്. Lithosphere, hydrosphere and atmosphere make and interact is called biosphere എന്നാണ് അല്ലേ? Next one, fill in the blanks. Fill in the blanks. എന്താ ഹെവനെ? എന്താ പറഞ്ഞേ? കേൾക്കുന്നില്ല. മോന് റേഞ്ച് പ്രോബ്ലം ആയിരിക്കും. ബാക്കിയുള്ളവർ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. റേഞ്ച് പ്രോബ്ലം ആയിരിക്കും മോനെ. നെക്സ്റ്റ് വൺ, fill in the blanks. Fill in the blanks. Okay. Asia and Europe are together known as dash. ഏഷ്യയും യൂറോപ്പിനെയും ഒരുമിച്ചെന്താ നമ്മൾ പറയാ? ഏഷ്യ ആൻഡ് യൂറോപ്പ് ടുഗദർ. യുറേഷ്യ കറക്റ്റ്. എന്താ അതിരാ? മിസ് ഒന്നും കൂടി ആ ടിക്ക് കറക്റ്റ് ആൻസർ പറയോ? ലാസ്റ്റ് പറയത് പറഞ്ഞു കഴിയട്ടെ. ഓക്കെ. ഏഷ്യ ആൻഡ് യൂറോപ്പ് ആർ ടുഗദർ നോൺ ആസ് യുറേഷ്യ. സെക്കൻഡ് വൺ, ദ ഹൈയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ യൂറോപ്പ് ഈസ് ഡാഷ്. യൂറോപ്പിലെ ഹൈയസ്റ്റ് പീക്ക് ഏതാ? മൗണ്ട് എൽബ്രസ്. മൗണ്ട് എൽബ്രസ്. ELBRUS. ELBRUS. മൗണ്ട് MOUNT. മൗണ്ട് എൽബ്രസ്. ELBRUS. എന്താ മോനെ ഹരി? ഒന്നാമത്തെ എന്ന് പറഞ്ഞില്ല. പിന്നീട് ബ്ലാങ്ക്സ് പറഞ്ഞത് യുറേഷ്യ. Eurasia, Europe and Asia together known as Eurasia. എന്താ ശ്രീ വിഷ്ണു? രണ്ടാമത്തെ വരുന്നു. Highest mountain peak in Europe is Elbrus. Mount Elbrus. MOUNT. Mount ELBRUS. Elbrus. Okay. Third one, La Plata River basin in South America is called dash. South America La Plata River basin അറിയപ്പെടുന്നത് എന്താ പറയാം? La Plata River basin എന്താ പറയുന്നറിയോ? Gran Chaco. GRAN. Gran Chaco. GRANCHACO. Gran Chaco. Okay. Gran Chaco. Okay. Next one.
Dash ocean is known as half an ocean. സമുദ്രത്തിന്റെ പകുതി എന്നറിയപ്പെടുന്ന ഓഷ്യൻ. Dash ocean is known as half an ocean. Answer Indian Ocean. Indian. 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 Indian Ocean is known as half an ocean. Indian Ocean is known as half an ocean. Okay. മക്കളെ ചെയ്തോ? ഓക്കെ. ഇനി ആദ്യം ടിക്ക് ദ കറക്റ്റ് ആൻസറിന് മുഴുവൻ പറയാം, കിട്ടാത്തവർ ചെയ്യാം. ആരാണ് നേരത്തെ ചോദിച്ച ആതിരയാണോ അല്ലേ? ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് വൺ ബാരിസ്റ്റർ, സെക്കൻഡ് വൺ ഏഷ്യ, തേർഡ് വൺ ഉറൽസ്, ഫോർത്ത് വൺ ഇസ്തുമസ്, ഫിഫ്ത് വൺ ആഫ്രിക്ക, സിക്സ്ത് വൺ ഫെർഡിനൻഡ് മഗല്ലൻ, സെവൻത് വൺ ട്രോപ്പോസ്ഫിയർ, എയ്ത്ത് വൺ അസ്തനോസ്ഫിയർ. ഓക്കെ. അപ്പൊ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ നെയിം ദ ഫോളോയിങ്. നെയിം ദ ഫോളോയിങ്. നെയിം ദ ഫോളോയിങ്. First one, domains of Earth. Domains of Earth. ഏതൊക്കെ domains of Earth ഏതൊക്കെയാ? Which are the domains of Earth? ഫോറില്ലേ? എഴുതിക്കോ, ആനിന്റെയും പേര് എഴുതിക്കോ. ലിത്തോസ്ഫിയർ, ലിത്തോസ്ഫിയർ, lithosphere, atmosphere, hydrosphere, and biosphere. Lithosphere, atmosphere, hydrosphere and biosphere. Then second one, any three deserts in Africa. ആഫ്രിക്കയിലെ ഏതെങ്കിലും 3 ഡെസേർട്ടിന്റെ പേര്. Any 3 deserts in Africa. Sahara, Namib, 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 then third one, Kalahari, KALAHARI, Kalahari. Then third one, continents lying only in the northern hemisphere. Northern hemisphere lie ചെയ്യുന്ന northern hemisphere ഉള്ള continentsന്റെ പേര്. ഏതൊക്കെയാ northern hemisphere ഉള്ള continents ഏതൊക്കെയാ? North America and Europe. North America and Europe.
North America and Europe. Fourth one, major oceans. നമ്മൾ പറഞ്ഞു there are 4 oceans. which are they? ഏതൊക്കെയാ major oceans? Pacific, Atlantic, Indian and Arctic. Indian and Arctic. Okay. Fifth one, gases found in the atmosphere. Atmosphere കാണപ്പെടുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഗ്യാസസ് ആണ് അറ്റ്മോസ്ഫിയറിൽ കാണാം? ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എഴുതാം. ഞാൻ കുറെ ഉണ്ട്, 2-3 പേര് എഴുതാം. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, പോരെ? ചെയ്തോ? ഞാൻ പറഞ്ഞു സ്പീഡ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കണേ. അക്രാസെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. അഫ്രാസ് നോട്ട് അയച്ചോ ഇതുവരെ? അഫ്രാസെ നിങ്ങൾ തന്നെ നോട്ട് സെൻഡ് ചെയ്യണേ. പൊളിറ്റിക്സിന്റെ ഒക്കെ നോട്ട് കുട്ടികളൊക്കെ എഴുതി. അതുപോലെ കഴിഞ്ഞ ലെസൺ മാത്സ് ആൻഡ് ബ്ലോക്സിലും എല്ലാ കുട്ടികളും എഴുതി. അത് എഴുതി അയക്കാം. ആരോമലി നോട്ട് അയച്ചോ? ആരോമലി എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. ഇന്ന് സെൻഡ് ചെയ്യണേ. ഓക്കെ. നെക്സ്റ്റ് വൺ, ട്രൂ ഓർ ഫോൾസ്. True or false? Listen. The Great Barrier Reef is found along the northwestern coast of Australia. Great Barrier Reef എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ കോസ്റ്റിൽ, ഓസ്ട്രേലിയ നോർത്ത് വെസ്റ്റേൺ കോസ്റ്റിൽ കാണുന്നതാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. That is false. Okay. Second one, the Caribbean islands of the Gulf of Mexico are called West Indies. Caribbean islands of Gulf of Mexico are called West Indies. That is true. Yes. True. Then third one, Mount Aconcagua is the highest peak in the Andes Mountains. That is true. Mount Aconcagua is the highest peak in the Andes Mountains. That is true. Last one, the Atlantic Ocean got its name from the peaceful winds blowing there. Atlantic Ocean അവിടെ peaceful wind വീശുന്നതുകൊണ്ടാണോ അറ്റ്ലാന്റിക് എന്ന പേര് കിട്ടിയത്? നോ, പസഫിക് ഓഷ്യൻ ആണ് അത് കിട്ടിയത്.
another. That is false. False. Okay. Next one, match the columns. Match the column. Okay. First one, Europe, North America, Antarctica, Asia, Africa. Column B, Maitri, Dead Sea, the Alps, Great Rift Valley, Grand Canyon. Europe, Europe, match with sea. Europe, match with sea. Europe, match with sea. North America, E, Grand Canyon. Europe, the Alps. Alps. Second one, North America. North America, Grand Canyon. G-R-A-N-D, Grand Canyon. C-A-N-Y-O-N. Okay. Third one, Antarctica. 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 A, Maitri. M-A-I-T-R-I. Maitri. Fourth one, Asia. Asia. Dead Sea. D-E-A-D. Dead Sea. Then last one, Africa. Africa. Great Rift Valley. Great. G-R-E-A-T. Great Rift Valley. ഇത് കഴിഞ്ഞില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കണേ. ജീവ എഴുതിയ മോനെ, ജീവ എഴുതിയോ? സ്ക്രീൻഷോട്ട് എടുക്കാണ് എഴുതത്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ജീവ. അൺമ്യൂട്ട് ചെയ്ത മോനെ. സ്ക്രീൻഷോട്ട് എടുക്കാണ് എഴുതാതെ എഴുതിയോ? എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞോ? നോട്ടിൽ എഴുതിയില്ലേ? നെക്സ്റ്റ്, distinguish between the following. Distinguish between the following. Here we go. Distinguish between the following. ഒന്നാമത് lithosphere and hydrosphere. Lithosphere and hydrosphere.
ചെയ്തോ? ഒരു കോളത്തില് ലിത്തോസ്ഫിയർ എന്ന് എഴുതുക, മറ്റേ കോളത്തില് ഹൈഡ്രോസ്ഫിയർ എന്ന് എഴുതാം. ലിത്തോസ്ഫിയർ, സെക്കൻഡ് കോളം ഹൈഡ്രോസ്ഫിയർ. ലിത്തോസ്ഫിയർ എഴുതിത്തരാം, അതിനുശേഷം കോളം ബി നിങ്ങൾ അടുത്ത് എഴുതിത്തരാവേ. ഇപ്പം ലിത്തോസ്ഫിയർ എഴുതി. ലിത്തോസ്ഫിയർ ഈസ്, ഞാൻ ഇപ്പൊ എഴുതിത്തരുന്ന കാര്യങ്ങളൊക്കെ ലിത്തോസ്ഫിയറിന് താഴെ എഴുതണം. ലിത്തോസ്ഫിയർ ഈസ് solid, lithosphere is the solid outer layer, solid outer layer of solid outer layer of the solid outer layer of the earth അല്ല രണ്ടാമത്തെ പോയിന്റ് അല്ലെ ബി. അടുത്തത് പോയിന്റ് പോയിന്റ് എഴുതണേ. രണ്ടാമത്തെ പോയിന്റ് it represents solid domain of the earth, solid domain of the earth, solid domain of the earth. Then third point, the seven continents and the seven continents and the seven continents and numerous islands are part of the lithosphere, part of the lithosphere. ഓക്കെ, താഴെ ഇനി രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ട കാര്യം മിസ് താഴെ എഴുതുന്നുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്, അതായത് ഹൈഡ്രോസ്ഫിയറിന്റെ കോളത്തിൽ എഴുതേണ്ട കാര്യം ഹൈഡ്രോസ്ഫിയർ. ഒന്നാമത്തെ പോയിന്റ് this is a part of ഇത്രയും ചെയ്ത എല്ലാവരും ക്യാമറ ഓഫ് ആണല്ലേ? ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? ഇത് ബാക്കി എഴുതാൻ ഞാൻ അന്ന് വായിക്കട്ടെ. സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? എന്താ ജസ്റ്റേ? വീഡിയോ ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതിന് ബാക്കി എഴുതുന്നു മിസ്.
പറയുന്നത് ഹൈഡ്രോസ്ഫിയർ. 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 ഒന്നാമത്തെ പോയിന്റ്, ഹൈഡ്രോസ്ഫിയർ is a part of the earth. It has water. It has water. It has water. Okay. Second point. It represents the liquid domain of Earth. Liquid domain of Earth. Then next point, നിങ്ങൾ കോളം തിരിച്ചു തന്നെ എഴുതണേ, രണ്ട് കോളാക്കിട്ട് ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും. Second one, the four oceans, the four oceans, seas, gulfs, bays, lakes, and rivers are part of the hydrosphere. Part of the hydrosphere. Part of the hydrosphere. Next point. ഇതിന്റെ ആൻസർ കഴിഞ്ഞു. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ യുറേഷ്യ ആൻഡ് ഓസ്ട്രലേഷ്യ. ഡിഫറൻസ് ബിറ്റ്വീൻ യുറേഷ്യ ആൻഡ് ഓസ്ട്രലേഷ്യ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ സെക്ഷൻ ഇപ്പോൾ കട്ടായി പോവും. ഇത്രയും നോട്ട് എഴുതി എല്ലാവരും. നോട്ട് എഴുതാത്തവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ? എന്താ പോലെ ഹരി, എന്തേ സ്ക്രീൻഷോട്ട് എടുത്തില്ല? അവസാനത്തെ റിവേഴ്സ് ആൻഡ് പാർട്ട് ഓഫ് ജെറ്റ്. Rivers and part of the hydrosphere. Rivers are part of the hydrosphere. ഇതിന്റെ ആൻസർ കഴിഞ്ഞു. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ യുറേഷ്യ ആൻഡ് ഓസ്ട്രലേഷ്യ ആണ്. അത് നിങ്ങൾ രണ്ട് കോളാക്കി തിരിക്കുക. എപ്പോഴും നമ്മൾ എഴുതുന്നപോലെ രണ്ട് കോളമാക്കി തിരിച്ചു വെക്കുക. ഓക്കെ, അതിലൊരു പോയിന്റ് ഉള്ളൂ. അടുത്തത് അതിനുശേഷം അറ്റ്മോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ അത് എഴുതാനും അതുപോലെ രണ്ട് കോളാക്കി തിരിച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താൽ തിരിച്ചു വരാം. ഓക്കെ.